ഇന്നത്തെ ഒരു ഓൾഡ് സൈക്കിൾ വീല് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇത് വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു വാൾ ഡെക്കോർ ഐറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ വീലൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ കൈകി വൃത്തിയാക്കിയെടുത്തു. ഇനി നമുക്കിതൊന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ വീല് നമ്മൾ നന്നായിട്ട് ഉണക്കിയെടുത്തു. ഇനി നമുക്കിത് പെയിൻറ് അടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ടയറിന് ബ്ലാക്ക് കളർ അടിച്ചെടുക്കണം. ടയറിന് അടിച്ച പെയിൻറ് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ന്യൂസ് പേപ്പർ എടുത്തതിന് ശേഷം ആ ടയർ ഒന്ന് മറച്ചു വെക്കുന്നുണ്ട്. ഇതേപോലെ റിമ്മിനുള്ളിലേക്ക് പേപ്പർ ചിരുതി വെച്ചുകൊണ്ട് നമ്മൾ ആ ടയർ മറച്ചു വെക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ ടയർ മറച്ചു വെച്ചു. ഇനി നമുക്കിതിൻ്റെ റിമ്മിനും അതേപോലെ തന്നെ ഇല്ലികൾക്കും നമ്മൾ പെയിൻറ് അടിച്ചെടുക്കുന്നുണ്ട്. അത് നമ്മൾ റെഡ് കളറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീല് നമ്മൾ പെയിൻറ്റൊക്കെ അടിച്ചെടുത്തു. ടയറിന് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു. ഇവിടെ നമ്മൾ ചുവപ്പ് പെയിൻ്റ് അടിച്ചു. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു പാളയാണ്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയ പാളയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് കുറച്ചുകൂടി ഉണങ്ങാൻ ബാക്കിയുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയ പാള ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി. അപ്പോൾ ഈ പാളയിൽ നിന്ന് നമുക്ക് കുറച്ച് ഫ്ലവറുകൾ ആദ്യം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫ്ലവറുകൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ലീഫുകളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പല വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഈ വലുപ്പത്തിൽ നമ്മൾ കുറച്ച് പീസുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചെറിയ കുറച്ച് പീസുകൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാളും കുറച്ചുകൂടി ചെറിയ കുറച്ച് പീസുകളും കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് റൗണ്ട് പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പാളയിൽ നിന്ന് കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ ഇനി നമുക്കിതിൽ ഫ്ലവർ റെഡിയാക്കിയെടുക്കാം. 5 ഇതളുകൾ വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവർ റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ ഫ്ലവറുകളൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തു. ഇനി നമ്മൾ ഒരു ഫ്ലവറിന് മുകളിൽ മറ്റൊരു ഫ്ലവർ വെച്ചിട്ട് അത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവർ ഇതിൻ്റെ മുകളിൽ ടയറിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഇതേപോലെയുള്ള ഫ്ലവറുകൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാള തന്നെ വേണമെന്നൊന്നുമില്ല. കാർഡ്ബോർഡ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഫ്ലവറുകൾ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ പാള എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് നന്നായിട്ട് ഉണങ്ങിയ പാള മാത്രമേ നമ്മൾ ഫ്ലവർ ഇതേപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാവൂ. അപ്പോൾ 2 സൈഡിൽ നമ്മൾ ഫ്ലവറുകളൊക്കെ ഒട്ടിച്ചു. ഇനി നമുക്ക് ഈ വലിയ ലീഫുകൾ നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. പൂവിനുള്ളിലേക്ക് വെച്ചുകൊണ്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്ലവറുകളൊക്കെ നമ്മൾ ടയറിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ അടിഭാഗത്തേക്കായിട്ട് ഇതേപോലെ പാളയിൽ നിന്ന് നമ്മൾ വളഞ്ഞ പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടിഭാഗത്ത് ഒരു വള്ളി പോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ 2 സൈഡിൽ നമ്മൾ ഒട്ടിച്ചെടുക്കും. ഇനി ഇത് ഇതേപോലെ ഒരു വുഡ് പീസ് നമ്മൾ എടുക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക്, അതായത് നമ്മൾ ഈ വീലിൻ്റെ നടുഭാഗത്തുള്ള ഹോളിലേക്ക് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ കയറ്റിയിട്ട് ടൈറ്റായിട്ട് നമുക്കത് ഒട്ടിച്ചെടുക്കണം. ഇനി നമ്മൾ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് പോട്ട് എടുക്കുന്നുണ്ട്. ഈ പോട്ടിൻ്റെ പിറകു ഭാഗത്തായിട്ട് നമ്മളിപ്പോൾ വെച്ച നമ്മുടെ വുഡിന് കണക്കായിട്ട് നമ്മളൊരു ഹോള് തയ്യാറാക്കി എടുക്കുന്നുണ്ട്.
അപ്പോൾ അത് പോട്ടിന് ഹോള് നമ്മൾ തയ്യാറാക്കിയെടുത്തു. ഇനി നമുക്കിത് ഈ നമ്മുടെ വെച്ച വുഡിലേക്ക് നമുക്കിത് കയറ്റി വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഇതേപോലെ കുറച്ച് വുഡ് പീസുകൾ എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഓടമുളയിൽ നിന്നും കട്ട് ചെയ്തെടുത്താണ്. ഇത് നമ്മുടെ പോട്ടിനേക്കാളും കുറച്ച് കൂടുതൽ നീളത്തിലാണ് നമ്മളിത് എടുത്തത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കോട്ടൺ കയർ എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇത് നിരത്തി വെച്ചതിൻ്റെ 6 ഇരട്ടി നീളത്തിലുള്ള കയറാണ് നമ്മൾ എടുക്കുന്നത്. ഒരു കയർ എടുത്തത് 2 ആയി മടക്കിയതിന് ശേഷം ഒരു സൈഡിൽ കെട്ടിട്ട ശേഷം നമ്മൾ അതായത് നമ്മുടെ വുഡിൻ്റെ ഒരു സൈഡിലൂടെ ഇത് മെടഞ്ഞെടുക്കുന്നുണ്ട്. ഒരു കയർ മുകളിൽ ഒരു കയർ താഴെ എന്ന രീതിയിലാണ് നമ്മളിത് മെടഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഒരു ഭാഗം നമ്മൾ കയർ മെടഞ്ഞെടുത്തു. അതിനുശേഷം അതിൻ്റെ അവസാന ഭാഗം നമ്മൾ കെട്ടിട്ട് നിർത്തുന്നുണ്ട്. ഇനി നമ്മൾ മറ്റൊരു കയർ എടുത്തിട്ടുണ്ട്. ആ കയർ നമ്മൾ കുറച്ചുകൂടി കൂടുതൽ നീളത്തിലാണ് എടുത്തത്. അതും ഇതേപോലെ തന്നെ ഒരു സൈഡിൽ കെട്ടിട്ടതിന് ശേഷം ഒരു കയർ മുകളിൽ ഒരു കയർ താഴെ എന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഇതേപോലെ കെട്ടിട്ടിട്ടാണ് നമ്മൾ ഇത് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഓരോ പീസുകൾ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് കെട്ടിട്ടെടുക്കാം. അപ്പോൾ ഈ കെട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതായത് ഒരു ഭാഗം നമുക്ക് കുറച്ച് അതായത് വുഡുകൾ തമ്മിൽ കുറച്ച് ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി. അപ്പോൾ വുഡിൻ്റെ ഒരു ഭാഗം നമ്മൾ കയർ മെടഞ്ഞെടുത്തു, രണ്ടാമത്തെ ഭാഗം നമ്മൾ കയർ കെട്ടിട്ടെടുത്തു. ഇനി നമുക്ക് നമ്മുടെ പോട്ട് അതിന് മുകളിൽ വെച്ചതിന് ശേഷം നമുക്ക് ആ പോട്ടിന് മുകളിലേക്ക് ഈ വുഡ് പീസ് മെടഞ്ഞെടുത്ത വുഡ് പീസ് നമുക്ക് കെട്ടിക്കൊടുക്കാം. ഇനി പോട്ടിൻ്റെ ഈ വക്ക് വരുന്ന ഉൾഭാഗത്ത് നമുക്ക് ഇതേപോലെ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഈ വുഡ് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ മുകൾ ഭാഗത്തും താഴ് ഭാഗത്തും നമുക്ക് അതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് 2 ഭാഗവും ഗമ്മ് ചെയ്ത് നമ്മളത് ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് നമ്മുടെ പോട്ട് നമ്മുടെ വീലിൻ്റെ നടുഭാഗത്തേക്കായിട്ട് ഇതേപോലെ ഫിറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ക്രാഫ്റ്റ് ചുമരിലേക്ക് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വീലിൻ്റെ നടുഭാഗത്തുള്ള ഹോളിലേക്ക് തന്നെയാണ് നമ്മൾ ആണിയിലേക്ക് കയറ്റി വെക്കുന്നത്. അപ്പോൾ നമ്മുടെ സൈക്കിൾ വീൽ വെച്ചുകൊണ്ടുള്ള ക്രാഫ്റ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫ്ലവറുകളോ അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റുകളോ ഒക്കെ വെക്കാം. അപ്പോൾ നമ്മൾ ഫ്ലവറുകളാണ് വെക്കുന്നത്. പിന്നെ ഒരു സംശയം ഉണ്ടാവും, ഈ പാളകളൊക്കെ കുറച്ച് കാലം കഴിയുമ്പോൾ കേട് വന്ന് പോകുമെന്നുള്ളത്. പക്ഷേ യാതൊരു കേടും വരില്ല. കാരണം ഈ ക്രാഫ്റ്റ് നമ്മൾ 2 വർഷം മുമ്പ് നമ്മൾ ചെയ്തൊരു ക്രാഫ്റ്റാണ്. ഇതുവരെ പാള വെച്ചിട്ടാണ് നമ്മൾ ഈ ഫ്ലവറുകളെയും ലീഫുകളൊക്കെ ചെയ്തത്. പക്ഷേ ഇതുവരെ 2 വർഷമായിട്ട് യാതൊരു കേടും ഇതിന് സംഭവിച്ചില്ല. ഇത് നനയരുതെന്ന് മാത്രം, നനയ്ക്കാതിരുന്നാൽ യാതൊരു കേടും ഇതിന് സംഭവിക്കില്ല. അപ്പോൾ നമ്മുടെ ഈ സൈക്കിൾ വീല് കൊണ്ടുള്ള ക്രാഫ്റ്റും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.